ഹലോ, ഗുഡ് മോർണിംഗ്. നോ മാറ്റേഴ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ സഹപാഠികളെ തേടിയുന്ന ഓൺലൈൻ അഭിമുഖ സംഭാഷണ പരമ്പരയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് വാഴൂർ NSS കോളേജിലെ PDC ഫസ്റ്റ് ഗ്രൂപ്പ് 76-78 ബാച്ചിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീകുമാറുമായി നടത്തിയ ഓൺലൈൻ അഭിമുഖ സംഭാഷണത്തിൻ്റെ 3-ാം ഭാഗം, വീഡിയോ നമ്പർ 6C. ശ്രീകുമാറുമായി നടത്തിയ ഓൺലൈൻ അഭിമുഖ സംഭാഷണത്തിൻ്റെ അവസാന ദൃശ്യ സംഹിത ഇവിടെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം K. വർഗീസ് ജോർജ്, നോ മാറ്റേഴ്സ് വ്ളോഗ്. പിന്നെ വൈഫ് കൊടുങ്ങൂർ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. CBSE സ്കൂളുണ്ട്. വൈഫ് ടീച്ചറാണോ? CBSE സ്കൂളിലാണ്. അത് പറഞ്ഞില്ലല്ലോ. അത് ആദ്യം പറയണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞില്ലല്ലോ. ഇവിടെ ഇതൊക്കെ വൈഫിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഇവിടെ നീണ്ടൂരായിരുന്നു ആദ്യം, വിവേകാനന്ദ ഏറ്റുമാൻ്റെ അപ്പുറം. അതെ. ഇപ്പം കഴിഞ്ഞ വർഷം തൊട്ട് എവിടെയാ കൊടുങ്ങൂര് വിദ്യാനന്ദ എന്നത് കൊടുങ്ങൂരുണ്ടല്ലോ, CBSE സ്കൂൾ, അവിടെയാ പഠിപ്പിക്കുന്നത്. ഉണ്ടോ? വൈഫുണ്ടോ? വൈഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വീഡിയോയില്? അല്ല, ഇപ്പൊ ജോലി പോയിരിക്കുകയാണല്ലേ? ഓക്കെ. അവർക്ക് രാവിലെ 9 മണിക്കാണ് ചെല്ലണം. 9:30 ആകുമ്പോൾ ചെന്നാൽ 4 മണി വരെ ഉണ്ട്. ഓക്കെ. പിന്നെ വേറെ എന്തുകൊണ്ട് ഇതിന് വരുന്നുണ്ടോ? എന്താണ്? വരുന്നില്ലേ? ഗെറ്റുഗദർ വരുന്നുണ്ട്. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടാവും. ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവുമല്ലോ. പിന്നെ ഗ്രൂപ്പിലൊന്നും വലിയ ആക്ടിവിറ്റീസ് ഒന്നും കാണുന്നില്ല. ഗ്രൂപ്പില് വെരി സൈലന്റ് ആണല്ലോ. ഗ്രൂപ്പ് കയറുന്നില്ല. ഞാനിപ്പോ ഭയങ്കര മടുത്തു. ആദ്യം ഭയങ്കര വെള്ളമായിരുന്നു. ആദ്യം ബസേലിസിന്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. തുടങ്ങിയപ്പം ഈ ഗ്രൂപ്പുകളെ ഉണ്ടായിരുന്നു മുഴുവൻ. ഈ ഗ്രൂപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഫോൺ മുഴുവൻ ജാമായത്. അതുകൊണ്ടായിപ്പോ 6-7 ഗ്രൂപ്പുണ്ട്. ബസേലിസിന്റെ 2 ഗ്രൂപ്പുണ്ട്. പിന്നെ നമ്മുടെ SVRMC ഇപ്പൊ 2 ആ ഫസ്റ്റ് ഗ്രൂപ്പ് അവര് തുടങ്ങിയതുണ്ട്. ഒന്ന് എല്ലാ ഗ്രൂപ്പുകാരെയും കൂടെ കൂട്ടി. പിന്നെ നമ്മുടെ ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ വാഴൂരിന്റെ ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ തീർത്ഥവാദൂർ അവിടുത്തെ TP പുരത്തിന്റെ ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ വാഴൂർ ലോക്കൽസ് ഞങ്ങൾ പഠിച്ച ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്. പിന്നെ അവിടെ ഫാമിലി ഗ്രൂപ്പ് 3 ഉണ്ട്. എന്റെ ഒരു ഗ്രൂപ്പ്, വൈഫിന്റെ ഒരു അതായത് ഇങ്ങനെ ഒത്തിരി എണ്ണമുണ്ട്. ഇത് വരുമ്പോ ദിവസവും വരുന്ന മെസ്സേജും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഞാൻ സംഗതി ഫേസ് പോകുക. അല്ല, ഇത് നല്ലതല്ല. നമ്മുടെ വെറുതെ ഇരിക്കുമ്പോഴേ ഇപ്പോഴത്തെ വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ടൈം പാസ് ആവും. ഇത് എങ്ങനെയാണേലും ഞാൻ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചോണ്ടിരുന്ന. പിന്നെ അത് ഓരോ സമയത്ത് ഓരോ ഇതുണ്ടല്ലോ, ഓരോ മൂഡിന്റെ പുറത്താണ് പോവുക. അവരും പറഞ്ഞു ഞാൻ കാണുന്നില്ലല്ലോ. അത് പറഞ്ഞു. ഇപ്പം അടുത്തിടെയാണെങ്കിൽ ഒരു കല്യാണത്തിനുമായിട്ട് കുറച്ചുപേരെ കണ്ടായിരുന്നു ഞങ്ങളെ. അതിപ്പോ അവര് അതിന്റെ ഗെറ്റുഗദർ അടുത്ത് വരും. 2004 ജനുവരി 5-ാം തീയതി 6-ാം തീയതി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഒത്തിരി തുടങ്ങി. അത് ബസേലിസ് തുടങ്ങിയിട്ട് 2007-ലോ 2008-ലോ തുടങ്ങിയായിരുന്നു ഞങ്ങള് ഗെറ്റുഗദർ. മാർക്സുകാരെ അവിടുത്തെ BSc മാർക്സ് അന്നത്തെ ആ വർഷത്തെ അതിന്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഏതായാലും ശ്രീകുമാർ പിന്നെ മുഖച്ഛായ വലുതായിട്ട് മാറിയിട്ടില്ല. പഴയ മുഖച്ഛായ ഏകദേശം ഉണ്ട്, നിലനിർത്തിയിട്ടുണ്ട്. മറ്റു ഗ്രൂപ്പിലുള്ളവരെ കണ്ടിരുന്നോ? ചിലരെയൊക്കെ കണ്ടാൽ അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് പഴയ ആ മുഖച്ഛായ കാണുന്നുണ്ട്. ഫിഗർ അതേപോലെ മുഖത്തിന്റെ മാറുന്നത് ചെല്ലുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഇല്ല, ഞാൻ അറിഞ്ഞില്ലെന്നുള്ള ശിവപ്രസാദ് ഒരു ഫോട്ടോ കണ്ടപ്പോ ഇതാരാണെന്ന് ഞാൻ ചോദിക്കുക. MS പ്രസാദിനെ അറിയില്ല, രാജീവിനെ അറിയില്ലായിരുന്നു. രാജീവിനും മനസ്സിലായില്ലായിരുന്നു. അശോകന് മുടി മുഴുവൻ പോയി. അത് പ്രസാദും രാജീവും കണ്ടിട്ട് പോലും അറിഞ്ഞില്ലെന്ന് ഒരു നാട്ടുകാരന്റെ നാട്ടിൽ പോലും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ചാ പോയത്. ഞാൻ രാജീവ് കൂടെ ഒരുമിച്ചാ കൊടുങ്ങൂർ കാണാൻ പോയത്. ഉച്ചകളായി വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി ബോംബെ നാഗൂരിൽ വന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ചായിരുന്നു. നമുക്ക് കൊടുങ്ങൂർക്കൊന്ന് പോവാം, പറ്റാവുന്നവരെ കാണാൻ പറഞ്ഞു. അന്ന് പോയപ്പോ പ്രസാദം കണ്ടിട്ട് പുള്ളി തിരിച്ചറിഞ്ഞില്ല. അതാണ്. അല്ല, നിങ്ങളൊക്കെ ഇടയ്ക്ക് വരെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്റെ കാര്യം അങ്ങനെ അല്ലല്ലോ. ഞാൻ ആരെയും കണ്ടിട്ടില്ല.
അതുകൊണ്ടാണ് ഈ ആരെയും വെക്കാട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഈ അടുത്തുള്ളവരെ നമ്മള് ഒരു നാട്ടുകാരായതുകൊണ്ട് കാണുന്ന അവിടെ മറ്റേ എവിടെയെങ്കിലും വെച്ച് കാണുമല്ലോ, എന്തെങ്കിലും ഫംഗ്ഷനിൽ ചിലപ്പോ കല്യാണമോ അമ്പലത്തിലെ പരിപാടിക്കോ വീട്ടില് പോകുന്ന വഴിക്കോ. അപ്പൊ അത് തൊട്ടതിലൊക്കെ ആയതുകൊണ്ട് അവരെ കാണുന്നത്. അത് നമ്മൾ 5ാം ക്ലാസ് തൊട്ടൊക്കെ ഉള്ളവരാ അവിടെ. ഈ പ്രസാദും രാധാകൃഷ്ണനും ബോസ് ഇതൊക്കെ ഞങ്ങൾ ഒരു ലൊക്കാലിറ്റി തന്നെ ഉള്ളവരാ. ചുറ്റുവട്ടോ ഞങ്ങൾ ഒരുമിച്ച് നടന്ന് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നവരും ഒരുമിച്ച് തിരിച്ചു പോയിക്കൊണ്ടിരുന്നവരൊക്കെ 5ാം ക്ലാസ് തൊട്ട്. അങ്ങനെയൊക്കെ കണ്ടതാ. അല്ലെങ്കിൽ നമ്മള് ഒത്തിരി കണ്ടു കഴിഞ്ഞാൽ ആരെ തിരിച്ചറിയാനാ. പിന്നെ ഇപ്പൊ വർഗീസിനെ കണ്ടാൽ എനിക്ക് ഓർമ്മയില്ല, അന്നും കണ്ണാടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അതെ കണ്ണാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കണ്ണാടി മാറ്റി. പിന്നെ ഞാൻ ഏതൊക്കെ മൂന്നാമത്തെ ബെഞ്ചിലെങ്ങാണ്ടായിരിക്കുന്നായിരുന്നു അല്ലേ? രാജീവിന്റെ അടുത്ത് കാണാമല്ല ഗ്രൂപ്പ് ഫോട്ടോയില്. ആ ഗ്രൂപ്പ് ഫോട്ടോ അല്ല, ക്ലാസ് ഇരിക്കാറുണ്ടായിരുന്നത് 3ാമത്തെ ആയിരിക്കും. 3ാമത്തെ 4ാമത്തെയോ? മൂന്നാമത്തെ ബെഞ്ചിലെ കണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അത് ഞാൻ ഓർക്കുന്നില്ല. അതൊക്കെ ചുരുണ്ട തലമുടിയൊക്കെ ഹിപ്പി അല്ലേ? ഹിപ്പി സ്റ്റൈൽ ആ ടൈമിലായിരുന്നു. ഹിപ്പി സ്റ്റൈലൊക്കെ അതെ ആ ടൈമിലായിരുന്നു നമ്മുടെ ഹിപ്പി സ്റ്റൈൽ ഇറങ്ങിയതൊക്കെ. എല്ലാരും മുടിയൊക്കെ വളർത്തി ആ ഒരു കാലഘട്ടം. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ വരുന്നതൊക്കെ സിബിയൊക്കെ ഓർക്കുന്നുണ്ട്. ഒരു വാച്ച് ഇങ്ങനെ ലൂസായിട്ട് ചെയ്യാനിട്ടിങ്ങനെ പുള്ളി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും പുള്ളിയുടെ കയ്യിൽ വാച്ച് ഇങ്ങനെ ചെയിൻ ഇങ്ങനെ ലൂസായിട്ട് വലിയ വട്ടമുള്ള പുള്ളിയായിരുന്നു. വെള്ളാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മകനെ കണ്ടത് അത് പുള്ളിയല്ലായിരുന്നു? അതെ പുള്ളിയുടെ വെള്ളാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പുള്ളിയുടെ ഫാദർ. ഒരു വലിയ സോഷ്യൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്ന പുള്ളി. അതൊക്കെ ഓർക്കുന്നുണ്ട്. അത്രയൊക്കെ ഓർക്കുന്നുണ്ട്. മഹേഷിനെ പിന്നെ അറിയാം. മഹേഷിന്റെ പുറകില് ബസ് സർവീസ് ഒക്കെ പുള്ളിക്ക് ഉണ്ടായിരുന്നു. അന്ന് ബസ് സർവീസ് ഒക്കെ ഉണ്ട്, ബസ്സൊക്കെ ഉണ്ട്, ടൂറിസ്റ്റ് ബസ്സോ അതൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്തുള്ള സുരേഷ് ബാബുവിന്റെ ഷാപ്പ് 12ാം മൈല് കോത്തലയില് 14ാം മൈല് കഴിഞ്ഞ അപ്പുറമുള്ള ഷാപ്പ് പുള്ളിയുടെ അച്ഛന്റെ ആയിരുന്നു. ഇപ്പോഴുണ്ടോ? ഇപ്പൊ ഷാപ്പ് പുള്ളിയുടെ ആണെന്ന് അറിയത്തില്ല. ഷാപ്പ് അവിടെയുണ്ട്. അന്ന് നമ്മൾ പഠിക്കുമ്പോ പുള്ളിയെ സുരേഷ് ബാബുവിന്റെ അച്ഛന്റെ ആണ്. പിന്നെ ഉള്ള കുറച്ച് വരുന്ന സോമന്റെ ചേർന്ന അച്ഛന് മണലിന്റെ പരിപാടിയായിരുന്നല്ലോ, മണൽ ബിസിനസ് അല്ലേ. മണൽ സുമാരനാണ് പുള്ളി അറിയപ്പെട്ടിരുന്നത്. അവിടെ നിർമ്മല ലോറിയൊക്കെ പുള്ളിയുടെ വീഡിയോ കണ്ടില്ല? പുള്ളിയുടെ വീഡിയോ ഇട്ടായിരുന്നല്ലോ, ലേറ്റസ്റ്റ് പുള്ളിയുടെ വീഡിയോ ആണല്ലോ ഇട്ടിരിക്കുന്നത്. ഞാനൊരു വീഡിയോ കണ്ടില്ല. വീഡിയോ കണ്ടോ? എല്ലാരെ പറ്റി കേറാൻ നോക്കുമ്പോഴൊന്നും കേറാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല. പിന്നെ സമയം ഭയങ്കര മെനക്കെട്ട് ഒത്തിരി നോക്കിയിട്ട് ഇതിനകത്ത് കയറാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ എങ്ങനെ ആണെന്ന് പറഞ്ഞു നിൽക്കും. അന്നേരം പിന്നെ ഓരോ പുതിയ വീഡിയോ വന്ന് കയറുകയില്ല. പിന്നെ വലിയ കുറച്ചെണ്ണം എടുത്ത് കളഞ്ഞു. പഴയ അവിടുത്തെ ഒരു 10-500 MB ഉണ്ടായിരുന്ന ഒരു വീഡിയോ അതൊക്കെ എടുത്ത് കളഞ്ഞു. അങ്ങനെയായിപ്പോ കിട്ടിയത്. അത് ഓരോരുത്തർക്ക് ടൂറിന് പോയപ്പോഴൊക്കെ എടുത്തു വെച്ചിരുന്നായിരുന്നു. അവിടെ വലിയ അത് ഒത്തിരി വലിയ വീഡിയോ ആയിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ ടൂറിനൊക്കെ പോയപ്പോ ഒത്തിരി ഗബ്ബ അടിച്ചല്ലോ. ഗബ്ബ സമയം ഒത്തിരി 1 മണിക്കൂർ കൂടുതലായി തോന്നുന്നു. എനിക്ക് തോന്നുന്നു. ഏതായാലും കൊള്ളാം. പണ്ടിങ്ങനെ അടിക്കില്ലായിരുന്നു തോന്നുന്നല്ലേ? കോളേജിൽ ഇങ്ങനെ പാചകം അടിക്കാനൊന്നും ഇങ്ങനെ അടിക്കാനായിട്ട് സമയം കിട്ടുന്നില്ലായിരുന്നു അല്ലേ? പിന്നെ നമ്മള് ഒരാളെ കിട്ടിയാ പിന്നെ ശരിയാക്കി കൊടുക്കും. നോൺ സ്റ്റോപ്പാ, നിർത്തിയിട്ടില്ല. പിന്നെ ആരും നമുക്കത് ഭയങ്കര അത് ബോംബെയിലായിരുന്നു. നമ്മളെ കമ്പനി കിട്ടി കഴിഞ്ഞാണല്ലോ അവരെ ശരിയാക്കി കൊടുക്കും. കത്തി പണ്ടൊക്കെ പറഞ്ഞല്ലേ, കത്തി വയ്ക്കുക അല്ലേ? അതൊക്കെ ഉണ്ടോ ഇപ്പോഴും നാട്ടില്? കത്തി വയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ?
ഉണ്ടുണ്ട്, നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം കുറച്ചൊക്കെ ഉണ്ട് എല്ലായിടത്തും. എല്ലാവർക്കും അറിയിട്ടില്ലല്ലോ. ചില സ്ഥലങ്ങളിൽ ചില ഏരിയയിൽ പഴയ പോലത്തെ സ്ഥലമുണ്ട് ഇപ്പോഴും. പണ്ടൊക്കെ ഈ ന്യൂസുകൾ അറിഞ്ഞിരുന്ന മുഴുവൻ അങ്ങനെയല്ലേ, ചായക്കടയിലും ഈ പഴയ ചായ കൊച്ചു ചായക്കടകളിലെ ബാർബർ ഷോപ്പ്, ഇവിടെ തന്നെ ഈ ന്യൂസുകൾ ചർച്ചകളൊക്കെ നടക്കുന്നത്. അവിടെ ഇരിക്കുമ്പോഴേ കാര്യങ്ങൾ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ നടക്കുന്നു അറിയുന്നതൊക്കെ അറിയുന്നത്. ബാർബർ ഷോപ്പിൽ ഇരിക്കും, അവിടെ പേപ്പർ വായിക്കുമ്പോൾ വർത്താനം പറയാതെ കുറച്ച്. പിന്നെ ചായക്കടയിൽ പോയി രാവിലെ ചുമ്മാ വെള്ളം കുടിച്ച് വർത്താനം പറയാനായിട്ട് പോകുന്നു, കുറച്ച് പേപ്പർ നോക്കും. പിന്നെ അതൊക്കെ ഇപ്പോഴും ചില സ്ഥലങ്ങളിലുണ്ട്. പിന്നെ ചെത്തി നടക്കും, കുറച്ചല്ലേ ചെത്തി നടക്കും, അതൊക്കെ ഉണ്ട്. ഇതൊക്കെ പണ്ടത്തെ ടേമുകളാ, മലയാളം ടേമുകളാ, ചെത്തി നടക്കുക. ഇതൊക്കെ ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ആ വീടുകളൊക്കെ ഉണ്ടോ മലയാളത്തിൽ? ഇപ്പോൾ ഇപ്പൊ എല്ലാം അടിപൊളിയൊക്കെയാണ് അല്ലേ? അടിപൊളി, പൊളിച്ചടുക്കി, ഇതുപോലെ ടേമുകളാ. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് അടിച്ചു പൊളിക്കുന്ന ചെത്തൊക്കെ ഉള്ളു. അതൊക്കെ ഓരോ ടേമായി മാറി, ഓരോ പ്രയോഗമായി മാറിയിരിക്കുക മലയാളത്തിലെ. അടിപൊളി എന്നൊക്കെ ഉള്ളത്. പണ്ട് നമ്മൾ ചെത്തി എന്നൊക്കെ പറഞ്ഞെടുത്തപ്പോ അത് പോയിട്ട് വേറെ ആയി. ഓക്കെ, ഇപ്പൊ അങ്ങനെയുള്ളതില്ല. ഓക്കെ ഓക്കെ, ഏതായാലും അതെ അതെ. ഏതായാലും വളരെയധികം നന്ദി. നമുക്ക് ഉപചാരം ചൊല്ലി പിരിയാം. അതായാലും ഇത്രയും ടൈം വളരെ ഇതായിട്ട് വളരെ ഒത്തിരി 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 കഥകൾ പറഞ്ഞു, ഒത്തിരി അനുഭവങ്ങളൊക്കെ പറഞ്ഞു വിളമ്പി. ഏതായാലും ആയുരാരോഗ്യ ഇപ്പം പിന്നെ വെറുതെ ഇതുപോലുള്ള ആക്ടിവിറ്റീസാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നടക്കുക, ഇല്ല സോഷ്യൽ മീഡിയയിൽ കൂടി ഒക്കെ നടത്തി ചെയ്യാണ്. 90-ലായിരുന്നു, 1990-ലാണ് കല്യാണം. നാട്ടിൽ വെച്ച് മക്കളെ ഒരു ആണും ഒരു പെണ്ണുമാണ്. മകൻ ഇവിടെ കൂടെ ഉണ്ട്, അവൻ IT കമ്പനി. മകള് പുറത്തേക്ക് പോയിരിക്കുക, UK ഹയർ സ്റ്റഡിക്ക് പോയിരിക്കുക. ഇല്ല, കല്യാണം ആലോചിച്ചോണ്ടിരിക്കുന്നു, നിങ്ങളുടെ പോലെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അതെ, UK-ല് നമ്മുടെ UK മെറ്റ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഹയർ സ്റ്റഡിക്ക് പോയിരിക്കും. 1 വർഷത്തെ കോഴ്സാണ്. മാസ് മീഡിയ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഫീൽഡുണ്ടല്ലോ അവിടെ, ആ കോഴ്സാണ്. മകൻ കൂടെ ഉണ്ട്. ഏതായാലും വളരെയധികം നമസ്കാരം. ശരി, ഇന്റർവ്യൂ അഭിമുഖം തന്നതിന് വളരെയധികം നന്ദി. ഇനി ആയുരാരോഗ്യ സൗഖ്യമൊക്കെ നല്ല സൗഖ്യം വരട്ടെ, നല്ല ആരോഗ്യം ഒക്കെ നല്ലത് പോട്ടെ, ശേഷിച്ച ജീവിതം വളരെ ഹാപ്പിയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു സംഭവം എനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. കാരണം നമ്മള് ഒത്തിരി ഇതായിട്ട് എനിക്ക് ഞാനൊന്നും അയക്കി അല്ല ഇപ്പൊ, അതുകൊണ്ടാണ് തപ്പി പിടിച്ചതെല്ലാം നമ്മളെ തേടി വന്നല്ലോ. കാണാം. ഓക്കെ, ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.